പാക് സൈനിക മേധാവിക്കെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അസീം മുനീർ മത തീവ്രവാദിയാണെന്ന് എസ് ജയശങ്കർ. പഹൽഗാം കൂട്ടക്കൊലയിൽ സൈനിക മേധാവിക്കും പങ്കുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഏത് പശ്ചാത്തലത്തിൽ ആണ്? മാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു പരാമർശവുമുണ്ട്. പഹൽഗാം കൂട്ടക്കൊലയിൽ അസീം മുനീറിന് പങ്കുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ ഗൗതം. അരുൺനമ്പർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ മുനീറിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നത്. മുനീർ ഒരു മതഭ്രാന്തനാണ് എന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. മുനീറിനെ നയിക്കുന്നത് ജിഹാദി ആശയങ്ങളും മതഭ്രാന്തുമാണ്. അത്തരം മതഭ്രാന്താണ് പഹൽഗാമിൽ കണ്ടത് എന്നും പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് തന്നെ ഇതിൽ പങ്കുണ്ട് എന്നുമാണ് ഡോക്ടർ എസ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. പഹൽഗാമിൽ നടന്നത് മതം ചോദിച്ചുള്ള ഭീകരാക്രമണമായിരുന്നു. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ വിദേശത്തുള്ള പാകിസ്ഥാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമാബാദിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കുക മുസ്ലിങ്ങളെ സംബന്ധിച്ച് അസാധ്യമാണെന്നും ഇത് രണ്ടും രണ്ടാണെന്നുമുള്ള ഈ വിഭജന കാലത്ത് ജിന്നയുടെയും മറ്റും ആശയങ്ങൾ ഒരിക്കൽ കൂടി പ്രസംഗിക്കുകയായിരുന്നു അസീം മുനീർ ചെയ്തത്. ഇതിന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പിന്നീട് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. അതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പട്ടാള മേധാവിക്ക് ഈ ഭീകരാക്രമണത്തിൽ ബന്ധമുണ്ടെന്നും ജനറൽ അസീം മുനീർ ഒരു മതഭ്രാന്തനാണെന്നും വിദേശകാര്യമന്ത്രി ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. പാക് സൈനിക മേധാവിക്കെതിരെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. അസീം മുനീർ മത തീവ്രവാദിയാണ്. പഹൽഗാം കൂട്ടക്കൊലയിൽ സൈനിക മേധാവിക്കും പങ്കുണ്ടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.